വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിലിം മേക്കിംഗ്. വെൽക്കം ടു മാക്സ് ഷോട്ട്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് AI കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. അത് എങ്ങനെയാണ് ഫിലിം മേക്കിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫിലിം മേക്കിങ്ങിന് AI ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. സോ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ് ഓർ റൈറ്റേഴ്സ്, അവരൊക്കെ കൂടാതെ AI ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇപ്പോൾ ഫിലിം മേക്കിങ്ങിൽ. സോ അപ്പോൾ AI ഏതൊക്കെ തരത്തിലാണ് നമ്മൾക്ക് സഹായകരമാവുക എന്നുള്ളതൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം AI യൂസ് ചെയ്തിട്ടെന്ന് നോക്കാം. സോ ദർ ആർ ലോട്ട് ഓഫ് ടൂൾസ് അവൈലബിൾ ലൈക്ക് OpenAI, ChatGPT, Sudowrite മുതലായുള്ള ടൂൾസ് അവൈലബിൾ ആണ്. സോ ഇത്തരം ടൂൾസ് നമുക്ക് നമ്മുടെ റൈറ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യും. അവരുടെ ഡയലോഗ്സ് ഡെവലപ്മെൻറ്റിനും പ്ലോട്ട് ഐഡിയാസിനും, പിന്നെ അതുപോലെ അതൊരു ഫുൾ ലെങ്ത് സ്ക്രിപ്റ്റ് തന്നെ എഴുതാൻ റൈറ്റേഴ്സിനെ സഹായിക്കും. ചില ഫിലിം മേക്കേഴ്സ് AI ജനറേറ്റഡ് സ്ക്രീൻ പ്ലേസും യൂസ് ചെയ്യുന്നുണ്ട്. സോ പക്ഷേ ഇതിനൊക്കെയുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു റിയാലിറ്റി നമുക്ക് തോന്നില്ല. ഒരു ഹ്യൂമൻ ടച്ച് അവിടെ ആവശ്യമാണ്. സോ എവറിത്തിങ് ഈസ് ആർട്ടിഫിഷ്യൽ ദെയർ അല്ലേ. അപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഹാർട്ട് ടച്ച് വേണമെങ്കിൽ നമ്മുടെ ഒരു റൈറ്ററുടെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെ അവിടെ ഉണ്ടായിരിക്കണം. സോ നമ്മൾക്ക് ജസ്റ്റ് ആ AI തരുന്ന ഒരു ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്കൊരു ഫിലിം ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് യുവർ ക്രിയേറ്റിവിറ്റി ഷുഡ് ബി ദെയർ, റൈറ്റ്. സോ നമുക്കൊരു റൈറ്ററിൻ്റെ ക്രിയേറ്റിവിറ്റിയും പിന്നെ AIയുടെ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രീ പ്രൊഡക്ഷൻ ടൈമിലും AI നമുക്ക് ഒരുപാട് പ്രയോജനപ്രദമാണ്. കാരണം സ്റ്റോറി ബോർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ലൈക്ക് AI ടൂൾസ് ഉപയോഗിക്കുന്നത് ടൈം കൺസ്യൂമിങ് ടൈം കൺസ്യൂം ആണ്. സ്റ്റോറി ബോർഡ് വരച്ച് ചെയ്യുന്നതൊക്കെ ഒത്തിരി ടൈം കൺസ്യൂം ആണ്. സോ AI സ്റ്റോറി ബോർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. അപ്പോൾ സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യാന്നുള്ള കാസ്റ്റിംഗ് ഏജൻറ്റ് ജോലി കൂടി AI ഏറ്റെടുത്ത് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ AIക്ക് നമ്മുടെ സ്റ്റോറിക്ക് നമുക്ക് ആവശ്യമുള്ള ആക്ടേഴ്സിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നോക്കി അവരുടെ പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് AI നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഇത് പെർഫെക്റ്റ് ഹീറോ ഓർ പെർഫെക്റ്റ് ആക്ടേഴ്സ് ഓഫ് ഇന്ന റോളിൽ ഇന്ന ആക്ടേഴ്സ് പെർഫെക്റ്റ് ആയിരിക്കും എന്നത് AI നമുക്ക് ചൂസ് ചെയ്ത് തരും. സോ AI നല്ലൊരു കാസ്റ്റിംഗ് ഏജൻ്റാണെന്ന് ഞാൻ പറയും. പിന്നെയുള്ളത്, നിങ്ങളിപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവീസൊക്കെ കണ്ടു കാണുമല്ലോ. സോ അതിലൊക്കെ CGI യൂസ് ചെയ്തിട്ടുണ്ട്. സോ ടു ക്രിയേറ്റ് AI ഡ്രിവൺ CGI ഒക്കെയാണ് ചില മൂവീസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ ഹൈപ്പർ റിയലിസ്റ്റിക് വിഷ്വൽസ് നൽകാൻ നമുക്ക് ഒത്തിരി സഹായകരമാണ്. ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും AI നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എഡിറ്റിംഗ് സ്പീഡപ്പ് ചെയ്യാൻ AI യൂസ് ചെയ്യാവുന്നതാണ്. ടു യൂസ് AI, we can use AI to analyze footage, അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ഷോർട്സ് ഡിറ്റക്റ്റ് ചെയ്യാനും പിന്നെ ഈവൻ ഓട്ടോ എഡിറ്റ് വീഡിയോസ് വിത്ത് സിനിമാറ്റിക് പ്രിസിഷനിൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. AI യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് ഷോർട്സ് ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഒത്തിരി AI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. AI പ്ലേസ് എ റോൾ ഇൻ മാർക്കറ്റിംഗ് ബിക്കോസ് AI ഡ്രിവൺ ആൽഗരിതംസ് അത് ഒരു ഈ പർട്ടിക്കുലർ മൂവി ബോക്സ് ഓഫീസ് സക്സസ് ആണോ എന്ന് AI ഡ്രിവൺ ആൽഗരിതത്തിന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന് ഓഡിയൻസിൻ്റെ റിയാക്ഷൻസ് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മൂവിയുടെ, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മൂവിയുടെ എൻറ്റയർ ട്രെയിലർ AIക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഐ തിങ്ക് ഒത്തിരി ഫിലിം മേക്കേഴ്സ് അവരുടെ ട്രെയിലേഴ്സ് AIനെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. സോ AI ensures that this particular movie reaches the right audience at the right time.
സോ അപ്പോൾ നിങ്ങൾക്ക് തോന്നും AI ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ഫിലിം മേക്കിംഗ്. ഡെഫിനറ്റ്ലി ഐ വുഡ് സേ AI ക്യാൻ ഹെൽപ്പ് അസ്. AI നമ്മളെ ഒത്തിരി സഹായിക്കും, പക്ഷേ സ്റ്റിൽ ഇറ്റ് കാൺ റീപ്ലേസ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. നമ്മളുടെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റീനെ റീപ്ലേസ് ചെയ്യാൻ AI കൊണ്ട് പറ്റില്ല. AI ക്യാൻ അസിസ്റ്റ്, എൻഹാൻസ് ആൻഡ് ഈവൻ ഇന്നോവേറ്റ്. പക്ഷേ അതിനൊരിക്കലും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റീനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ AI is changing the game and we are just getting started. So I would say AIക്ക് ഒരിക്കലും ഒരു ഫിലിം മേക്കറുടെ റോള് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ്. അപ്പം എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, വുഡ് യു വാച്ച് എ മൂവി എൻറ്റയർലി മെയ്ഡ് ബൈ AI? നിങ്ങൾ AI ഉണ്ടാക്കിയ ഒരു മൂവി കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ AI, നിങ്ങളത് കാണുമോ? നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ബിലോ പ്ലീസ്. സോ ഐ വോണ്ട് ടു നോ. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. സോ please let me know in comments. Thank you so much for watching and thank you for your support. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.